നാശം വിതച്ച് കാറ്റും മഴയും. വാഹനത്തിന് മുകളിൽ മരം വീണു. വിവിധയിടങ്ങളിൽ നാശനഷ്ടം. പത്തനാപുരത്ത് നിന്ന് ഇപ്പോൾ നമുക്കറിയിക്കുവാൻ കഴിയുന്നത് വളരെ നാശം വിതച്ച കാറ്റും മഴയുമാണ് ഈ പത്തനാപുരത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വാഹനത്തിന് മുകളിൽ മരം വീഴുകയും വിവിധയിടങ്ങളിൽ നാശനഷ്ടം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പത്തനാപുരത്ത് വൈകുന്നേരത്തോടെ പെയ്ത മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റും പത്തനാപുരത്ത് കനത്ത നാശനഷ്ടം വിതയ്ക്കുകയുണ്ടായി. KSRTC ഡിപ്പോ പരിസരത്ത് നിന്ന് പാഴ്മരം നിർത്തിയിട്ടിരുന്ന ബസ്സിനും കാറിന് മുകളിൽ വീഴുകയും കാറിൻ്റെ ചില്ലുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. സൂപ്രണ്ട് മിനിയുടെ കാറിൻ്റെ പിൻവശത്തെ ചില്ലുകളാണ് തകർന്നത്. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ച് മാറ്റിയത്. കൂടാതെ ശക്തമായ കാറ്റിൽ നെടുമ്പറമ്പിൽ വീടിൻ്റെ മേൽക്കൂര പറന്നുപോയി പ്രധാന പാതയിൽ വീണത് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുവാനും കാരണമായി. മൊത്തത്തിൽ നല്ല കാറ്റായിരുന്നു. ഇവിടെ ഒരു എന്തോ ഒരു ഇതുപോലായിരുന്നു കാറ്റ് ഇരുട്ടി അടിച്ചത് വരെ. പരസ്യ ബാനറുകൾ പറന്ന് വൈദ്യുത ലൈനുകൾക്ക് മുകളിൽ വീണതിനെ തുടർന്ന് നഗരത്തിലെ വൈദ്യുത ബന്ധവും താറുമാറായി. അതുപോലെ തന്നെ ആലവിള ജനതാ ജംഗ്ഷൻ റോഡിൽ ക്രൗൺ ഓഡിറ്റോറിയത്തിന് സമീപം മരം വീഴുകയും 5 ഇലക്ട്രിക് പോസ്റ്റുകളും തകരുകയും ചെയ്തിട്ടുണ്ട്. പത്തനാപുരം പട്ടാടി റോഡിലും മരം വീണ് ഗതാഗത തടസ്സവും വൈദ്യുതി ബന്ധവും താറുമാറായതും അറിയിക്കുവാൻ കഴിയുന്നു. മഴയ്ക്കും കാറ്റിനുമൊപ്പം ശക്തമായ ഇടിമിന്നലിൽ മിക്ക വീടുകളിലും ഇലക്ട്രിക് ഉപകരണങ്ങൾ നശിക്കുകയും ചെയ്തു. പത്തനാപുരം, പിറവന്തൂർ, പട്ടാഴി പഞ്ചായത്തുകളിൽ മഴയിൽ കൃഷിനാശവും വ്യാപകമായി. മിക്ക സ്ഥലങ്ങളിലും മുടങ്ങിയ വൈദ്യുതി ബന്ധം ഇതുവരേക്കും പുനഃസ്ഥാപിക്കാനായിട്ടില്ല എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരികയാണ്. 3 മണിയോടുകൂടി നമ്മൾ ഓഫീസിലിരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള കാറ്റും മഴയും ശക്തമായി പെയ്ത് ഈ മരം കാറ്റത്ത് വീഴുത് ബസ്സിൻ്റെ മുകളിലും കാറിൻ്റെ മുകളിലുമായിട്ടൊക്കെ വീണ് കേടുപാടുകൾ സംഭവിച്ചു. ഭയങ്കരമായിട്ടുള്ള ഇടിയും മഴയുമായിട്ട് നെറ്റ് കംപ്ലീറ്റ് പോയി, കറണ്ടില്ല, ആകെ ബുദ്ധിമുട്ടില്ല. ഇതിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. ഒരു മാസമേ അവിടെ ശരിയാക്കി. അന്ന് ഇതൊക്കെ പോയതാണ്. ടോപ്പ് എന്തായിരുന്നു? അത് നെറ്റേ ഉള്ളായിരുന്നു സാറേ. അതിനകത്ത് കാറ്റ് പിടിക്കും സാറേ. ന്യൂസ് കേരളം 24.